ബെൽജിയത്തിൽ ബ്രൂസൽസിൽ തേടി നടന്ന ആ സ്ഥലത്തിരിക്കുകയാണ്. താങ്ക് യു. എല്ലായിടത്തൊന്നും കാണാൻ പറ്റുന്ന വിചിത്രമായ കാഴ്ച. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 8:30. ഞങ്ങള് ഡേ 3 ട്രാവൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുവാണ്. ഓൺ ദ വേ ടു ബ്രൂസൽസ്. ഇപ്പൊ നമ്മുടെ കാറിൽ നിന്നുള്ള ഫസ്റ്റ് ഇൻട്രോ ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മള് നേരെ ബ്രൂസൽസിലേക്ക് വണ്ടി വിട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ കാറിൽ സുഖമായിട്ട് കിടന്നുറങ്ങി, കുളിച്ച് ഫ്രഷപ്പായി. പെട്രോൾ പമ്പിലായിരുന്നു കിടന്നുറങ്ങിയത്. വലിയ ഞങ്ങള് ബ്രൂസൽസിൽ നിന്ന് ഒരു 42 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പമ്പിലായിരുന്നു കിടന്നത്. ഇനി ബ്രൂസൽസിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം. നമ്മളിപ്പോ ഓൺ ദ വേ ടു ബ്രൂസൽസ് ആണ്. ജസ്റ്റ് ഹൈവേ നമ്മൾ എക്സിറ്റ് അടിച്ച് നമ്മൾ പാർക്കിംഗ് സ്ലോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഇപ്പം എല്ലാത്തിനും നമ്മൾ കണ്ടോ ട്രാമ കിടക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും പേയ്മെന്റ് ചെയ്യണം. അപ്പൊ നമ്മള് കുറച്ച് സിറ്റിയുടെ ഉള്ളിലേക്ക് പോകാണ്ട്, സിറ്റിയുടെ ഉള്ളിലേക്കൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാണ്ട് നമ്മള് കുറച്ച് പുറത്തായിട്ട് ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ട്രാമോ അല്ലെങ്കിൽ ബസ് എടുത്തിട്ട് പോകാന്ന് വിചാരിക്കണം. Taste of curry, the Indian, Pakistani, Bangladesh. എല്ലാവരും ഇന്ത്യൻ ഫുഡ് ഒക്കെ ഇന്ത്യൻസ് ഉള്ള സ്ഥലമാണ്. സ്പേസ് ഉണ്ട്. നമ്മളിപ്പം കാർ ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പാർക്കിംഗ് മെഷീനില് റേറ്റ് അടിച്ച് നോക്കുമ്പോ സ്പേസ് ഉണ്ട്, പക്ഷെ എല്ലാവിടെയും പാർക്കിംഗ് മെഷീനും പേ മെഷീനും വെച്ചിട്ടുണ്ട്. അപ്പൊ റേറ്റ് ആണെങ്കിൽ ഭയങ്കര റേറ്റും ആണ്. അപ്പൊ നമ്മള് ഈ പേ പാർക്കിങ്ങിന്റെ ടൗണിലടുത്ത് വേറൊരു സ്ഥലം കണ്ടു. അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടി നോക്കണം. ഇതിപ്പോ നമ്മളിവിടെ തന്നെ വന്നേ. ബിൽഡിംഗ് ഫുള്ള് ഇങ്ങനത്തെ അല്ലേ ബ്രിക്സിന്റെ. വണ്ടിയില് പോവാൻ യാത്ര ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ടൗൺ ഏരിയയിലൊക്കെ പാർക്കിംഗ് ആണ്. എല്ലാം ഒരേ ടൈപ്പ് ബിൽഡിംഗ്. സ്ട്രീറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ റോഡാണല്ലേ. സിറ്റിയിലേക്കുള്ള വഴി കൊള്ളാല്ലേ. ജർമ്മനീന്റെ ഒരു ടൈപ്പ് അല്ല കേട്ടോ, ബെൽജിയം. നല്ല വ്യത്യാസമുണ്ട്. ഉണ്ടാവുമായിരിക്കും. ആൾക്കാരൊക്കെ രാവിലെ ജോഗിങ് ചെയ്തോണ്ടിരിക്കണം, സൈക്ലിങ്ങും ജോഗിങ്ങൊക്കെ ചെയ്തോണ്ടിരിക്കണം. ചില യൂറോപ്യൻ കൺട്രീസിലൊന്നും ഷർട്ടിലാണ് നടക്കാൻ പാടുള്ള നിയമങ്ങളുണ്ട്. ആണോ? രസാട്ടോ, പോണ വഴി നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അത്രേ ഉള്ളൂ സൈസ് എന്ന് പറഞ്ഞാൽ. കേരളത്തിനേക്കാളും ചെറുതാണ്. ഒരു 30,000 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ളൂ ഈ ബെൽജിയം എന്ന് പറഞ്ഞ ഒരു കൺട്രീന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതിന്റെ ക്യാപിറ്റലാണ് ബ്രൂസൽസ് എന്ന് പറയുന്നത്. ഈ ബെൽജിയത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള സിറ്റിയാണ് ബ്രൂസൽസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബെൽജിയത്തിന്റെ ഓൾമോസ്റ്റ് സെന്റർ എന്ന് പറയാം. കണ്ടോ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ ഒക്കെ മാറി തുടങ്ങിയോ? വേറൊരു സ്ഥലത്തോട്ട് എത്തി വന്ന പോലെയല്ലോ.
വലിയ വലിയ ബിൽഡിംഗ് കാണുമ്പോ ഒരു രസമുണ്ടല്ലോ കാണാൻ. സിറ്റിക്ക് നടുക്കായിട്ട് വലിയൊരു ബിൽഡിംഗ് കാണുമ്പോ ഗ്ലാസ് ഒക്കെ. ബിൽഡിങ്സ് കുറവാണ് പൊതുവെ. ഒരു പ്രാചീനമായ കെട്ടിടങ്ങളല്ലേ അവര്. ഐ ലവ് SJTN. യൂറോപ്യൻ യൂണിയന്റെ എന്തോ സംഭവമാണല്ലോ. ഫുൾ യൂറോപ്യൻ യൂണിയന്റെ ഇതാണല്ലോ. അതല്ല, യൂറോപ്യസ് കമ്മീഷൻ. യൂറോപ്യൻ യൂണിയന്റെ 3 ക്യാപിറ്റൽ ഉണ്ട് യൂറോപ്പിൽ തന്നെ. അതിൽ ഒരെണ്ണമാണ് ബ്രൂസൽസിലുള്ളത്, ഒരെണ്ണം ഉള്ളത് നമ്മുടെ ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ് എന്ന് പറഞ്ഞ സിറ്റിയിലും, ഒരെണ്ണം ഉള്ളത് ലക്സംബർഗിലാണ്. അതിന്റെ ആ കമ്മീഷൻ ഓഫീസാണത്. നമ്മള് സ്ഥലങ്ങൾ കാണും കേട്ടോ. നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണും. ശരിയാ, നമ്മളിപ്പോ എവിടെയും പാർക്ക് ചെയ്തിട്ട് ഈ വഴിയൊന്നും വരാൻ പറ്റത്തില്ല. കാണുന്നില്ല. നമ്മൾ ഏകദേശം സിറ്റി സെന്ററിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പാർക്കിംഗ് ഇപ്പൊ നോക്കിയേക്കുന്നത്. അവിടെ കുറച്ച് ചീപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും. അങ്ങറ്റത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ടോ? പാലസ്. പാലസിനെ അടുത്ത് ക്യാമറ ഉണ്ട് 50 കിലോമീറ്റർ. ബിൽഡിങ്സ് ആണോ? അത്ര വ്യക്തിയല്ല. ഒരു ദിവസം സിറ്റി സെന്ററിൽ ഇത്ര ചീപ്പായിട്ട് പാർക്കിംഗ് ഫ്രീ. ചോപ്പ് കുത്തി കൊടുക്കണം. പച്ച എവിടെ കത്തിയാ? പച്ച അവിടെ പച്ച. ചോപ്പ് കത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കിപ്പേഡ് ആണ്. പച്ച കത്തി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സ്ഥലമുണ്ട്. കണ്ടോ? പാർക്കിംഗ് സെറ്റായി. പാർക്കിംഗ് കഴിഞ്ഞു. ഇനി അപ്പം നമ്മൾ ഇനി രാത്രി വരത്തുള്ളൂ പാർക്കിങ്ങില് വണ്ടി എടുക്കാൻ വേണ്ടി. 24 hours ഉണ്ട്. അപ്പൊ വേറെ ടെൻഷൻ ഒന്നും വേണ്ട. സേഫ് ആണ്. നമുക്ക് പേടിക്കണ്ട. റോഡിൽ പാർക്ക് ചെയ്ത് കുറെ കഴിഞ്ഞ് പേടിക്കണം. അപ്പം ഇനി നമുക്ക് സിറ്റിയുടെ കാഴ്ച കാണാം. യെസ്, നമ്മള് പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് നേരെ ഫസ്റ്റ് നമ്മൾ ഒരു ഗ്രാൻഡ് പ്ലേസ് എന്നൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഇവിടുത്തെ സെൻട്രൽ സ്ക്വയർ. അവിടേക്ക് പോകാൻ നോക്കുവാണ്. നമുക്കപ്പം മെട്രോ ഉണ്ട്. മെട്രോ പിടിക്കാം. ടിക്കറ്റ് എടുക്കണം. മെട്രോയിലോട്ട് പോകാം. വലിയ വൃത്തിയൊന്നുമില്ല. പുറത്താണേലും നല്ല മണം. പുറത്താണേലും കുറെ ഹോംലെസ് ആയിട്ടുള്ള കുറെ ആൾക്കാര് പുറത്തും ഉണ്ട്. ടിക്കറ്റ് നമ്മളിപ്പോ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു 1 day ടിക്കറ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മള് ടിക്കറ്റ് എടുക്കണം. എല്ലായിടത്തൊന്നും കാണാൻ പറ്റത്ത വിചിത്രമായ കാഴ്ച യൂറോപ്പിലെ അല്ലേ. കല്ലൊക്കെ കയറ്റി കറക്റ്റ് സെന്ററിൽ ഒരു കണ്ടെയ്നറൊക്കെ വെച്ച് ഇവിടെ ഫുൾ പണി എടുക്കുവാണേ. ട്രെയിൻ കയറാൻ പോയത് ഫ്ലോപ്പായി. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളൊരു കുറച്ച് സമയം ഉള്ളു നടക്കാൻ. എന്നാ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് നടക്കാന്ന് വെച്ചു. അപ്പൊ നടന്നിപ്പം ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ട് കണ്ട ഇവിടുത്തെ ബസ്സുകൾ കാണാം. എല്ലാവരും ടൈം ആണോ? അതിലേക്കാണോ? ഇവിടെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഞെക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രോസ് ചെയ്യണമെങ്കിൽ. ഇവിടെ സർവീസ് മേടിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. ഒരു കൊച്ചു കുട്ടിന്ന് മൂത്രിക്കണുണ്ടോ? പക്ഷേ ഇവിടെ അതൊരു ഇവിടുത്തെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ബെൽജിയൻ സ്റ്റാച്ചു ആണ്. നമ്മൾ കാണിച്ചുതരാം. ബ്രൂസൽസിൽ കൂടുതലും ഡച്ചും ഫ്രഞ്ചും ആണ് സംസാരിക്കുന്നത്. അതിലും ഏറ്റവും കൂടുതൽ ഫ്രഞ്ചുകാരാണ് കൂടുതലും ബ്രൂസൽസ് ഏരിയയിൽ കൂടുതലുള്ളത്. ജർമ്മൻ അറിയില്ല. ഫുൾ പൊഞ്ചോ ഫോട്ടോണോ? സ്വീറ്റ് ഉണ്ടോ? ഇനി നമ്മളങ്ങ് എത്താറായിരുന്നു അല്ലേ? ബൊട്ടിക് ഇവിടെ എന്നാ ഉള്ളത്? ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മറ്റേ രുദ്രാക്ഷമാലയൊക്കെ ഉണ്ടല്ലോ. ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ട്. അതെ, ഹനുമാനൊക്കെ ഉണ്ട്. അപ്പം ഡെലിവറി ടൈം ആയതുകൊണ്ടാണോ അല്ലെ ഫുള്ളും ട്രക്കുകള്? ഇതൊരു റെസ്റ്റോറന്റ് ആണ്. കണ്ടോ? ഫുള്ള് ഈ സോനിയേഴ്സിന്റെ കളിയാണ്. നമ്മളപ്പോ ഇനി ഗ്രാൻഡ് പ്ലേസിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് നോക്കി നോക്കാം.
ലക്സംബർഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ്. നമ്മള് ബെൽജിയത്തിൽ തേടി നടന്ന ബ്രൂസൽസിൽ തേടി നടന്ന ആ സ്ഥലത്തിരിക്കുകയാണ്. ഇതാണ് ഗ്രാൻഡ് പ്ലേസ്. ബ്രൂസൽസിന്റെ ഭംഗി അറിയണമെങ്കിൽ ഇവിടെ ഗ്രാൻഡ് പ്ലേസിൽ വരണം. നല്ല ഭംഗിയുള്ളതാണ്. ഭയങ്കര റഷാണ് ഇന്ന്. എപ്പോഴും സമയം ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് വരണം, ആളും അലക്കില്ല സമയത്ത് വരണം. പണ്ടത്തെ അതേ ബിൽഡിങ്സ് ജസ്റ്റ് ഗോൾഡൻ ഷെയ്ഡ് മാത്രം കൊടുത്തിട്ട് അതേപോലെ തന്നെ നിലനിർത്തി വെച്ചേക്കുക. ഇതിന്റെ സൈഡിൽ ഫുള്ളും നമ്മുടെ ചോക്ലേറ്റിന്റെയും വാഫിൾസിന്റെ ഒക്കെ ഫുൾ ഷോപ്പ് ഉണ്ടാവും. എല്ലാ കോണറിലും ഷോപ്പുകളല്ലേ. എല്ലാവരും സെൽഫി സ്റ്റിക്ക് അല്ലേ. കുറെ ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് ഗ്രൂപ്പായിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. ഓരോ കൂട്ടായിട്ട് ഓരോ സൈഡിലായിട്ട് നിൽക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും ആൾക്കാര്. ഓ, എന്റെ ദൈവം സഹായിച്ച് നല്ല ക്ലൈമറ്റ് ആണ്. ഇത് സണ്ണിയുടെ ഇവിടെയുള്ള പല ബിൽഡിങ്സും മ്യൂസിയം ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ബിൽഡിങ്സ് ആട്ടോ ഇവിടെയുള്ള. ഒരു മസ്റ്റ് വിസിറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബ്രൂസൽസ് വരുന്നവര് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടത് ഗ്രാൻഡ് പ്ലേസ്. ഇവിടെ നമ്മൾ കണ്ടതാണേ, കണ്ടോ? കോട്ടയ്ക്ക് ക്ലോസ് ചെയ്ത് തരുവാ. താങ്ക് യു. നേരെ മുമ്പിൽ കാണുന്നത് ഒരു മ്യൂസിയം ആണ്. കണ്ടോ? ഇവിടുത്തെ ഒരു ടൗൺ ഹാൾ കാണാം, കുറെ റെസ്റ്റോറൻറ്റ്സ് കാണാം, ഒരു ഹോട്ടൽ കാണാം. അതെല്ലാം നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുക. അതായത് ഭംഗി, അതിൻ്റെതായ ഭംഗിയുണ്ട് അതിന്. യൂറോപ്പിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്ക്വയർ ആണ്. എല്ലാരും പല ടൈപ്പ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടേ ഭയങ്കര ആഘോഷമായിരുന്നു ഇവിടെ. കഴിഞ്ഞോ? നമ്മള് ഗ്രാൻഡ് പ്ലേസിൽ നിന്ന് നമ്മൾ നേരെ ആ ഷോപ്പിംഗ് ആർക്കേഡിലേക്ക് പോകാൻ പോവാണ്. ഇതിന്റെ സൈഡിൽ ഫുള്ളും ബെൽജിയൻ ചോക്ലേറ്റിന്റെ ഷോപ്പുകളാണ് എല്ലാം. അപ്പൊ നമുക്ക് നേരെ ആർക്കേഡിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മൾ ആർക്കേഡിലേക്കാണ്. നമ്മൾ എൻട്രൻസ് കയറി വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഒറ്റൊരു ബോർഡർ തീർന്നു വിചാരിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിന്റെ അപ്പുറത്തും സെയിം പോലെ തന്നെ. ചോക്ലേറ്റ്സിന്റെ വാക്സിന്റെ വൺ ശേഖരം ഒന്നും പറയാനില്ല. സെയിം അല്ലേ? ആ സെയിം സാധനം തന്നെ. കുറച്ചുകൂടെ ഒന്ന് തിരക്ക് കുറവുണ്ട്. ഇപ്പൊ അത് എൻട്രൻസ് ആയതുകൊണ്ടായിരിക്കും അവിടെ എല്ലാരും ചുറ്റിപ്പറ്റി നിൽക്കുക. എന്താ അത്രയും കടകൾ കുറവല്ലേ?
കടകൾ എണ്ണ ഉണ്ട്, പക്ഷെ അവിടെ കുറച്ചുകൂടി കളർഫുൾ കടകളാണ്. അപ്പുറത്തേത് ഈ ഇടയ്ക്ക് പറയാ പ്രതിഭയുണ്ടല്ലോ, എന്തായിരിക്കും ചോക്ലേറ്റ് കടയല്ലേ? എന്റെ മോനെ. റെഡ് കാർപ്പറ്റ് കുരിശ്. ഭയങ്കര എക്സ്പെൻസീവ് ചോക്ലേറ്റ് കൊണ്ടോ? കൊക്കോ. നമ്മള് ഈ ഒരു വലിയൊരു ഷോപ്പിംഗ് മാർക്കറ്റ് പാസ് ചെയ്ത് എത്തിപ്പിടിക്കാൻ പോവാം. പിന്നെ തൊപ്പിയാണോ? നമ്മളിപ്പം ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു സ്ക്വയറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. പിന്നെ ബോംബെ ഇൻ അൾട്ടിമേറ്റ് ഇന്ത്യൻ ഭയങ്കര തിരക്കാണല്ലോ ഈ വഴിയാ. നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ബെൽജിയത്തിൽ വന്നിട്ട് ബ്രൂസൽസിൽ വന്നിട്ട് ബ്രൂസൽസിലെ മെയിൻ സാധനം ടേസ്റ്റ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മള് അത് ടേസ്റ്റ് ചെയ്യണം. ചെറിയൊരു വല, മറ്റേ മാൾട്ടയിലെ വല വെച്ചിട്ട് പോകാൻ പറ്റില്ലേ? അതൊക്കെ മേലെ സോവനിയേഴ്സ് ചോക്ലേറ്റ്സ്. ഐ ആം മൈസൂർ റെസ്റ്റോറന്റ്. കുറച്ചുകൂടി പുറത്തോട്ട് വന്നല്ലേ നമ്മള്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വിശപ്പൊക്കെ ഒന്ന് അടക്കിയ ശേഷം നമ്മളൊന്നും ഇങ്ങോട്ട് വന്നത് നേരെ ഈ സ്ക്വയർ കാണാനാണ്. ഈ സ്ക്വയറിന്റെ പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ടത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഇത് പബ്ലിക്കിന് എക്സിബിഷൻ ഒക്കെ നടത്താൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി കാണാം. ഇതിന്റെ സൈഡ് ഫുള്ളും കണ്ടോ, ഫുൾ പബ്ബും റെസ്റ്റോറൻറ്റ്സും എന്താ പറയാ, ഫുൾ ഹോട്ടൽസ് ഒക്കെ ആട്ടോ ഇതിന്റെ ഉള്ളിൽ. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാണാം. നമ്മളിപ്പോ കണ്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങിന്റെ ഉൾവശത്തിലാണ്, ഉള്ളിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നല്ല അടിപൊളി ആർക്കിടെക്ചർ കണ്ടു നിൽക്കാൻ തോന്നുട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇപ്പൊ ഇതൊരു എക്സിബിഷൻ സെന്റർ ആണ്. നേരത്തെ പണ്ട് ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു, ബെൽജിയത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെന്റർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ സ്ക്വയറിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ക്വയറിന് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെയാണ്, ഇതിന്റെ ഉള്ളിൽ ഇപ്പം കോഫി ഷോപ്പ് ഉണ്ട്, അതേപോലെ അവിടെ ബിയറിന്റെ ഷോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ എക്സിബിഷൻ നടക്കുന്ന കാരണം ഓരോരോ പരിപാടികളായിട്ട് അല്ലേ. ഇവിടെ എന്തൊരു സംഭവം കണ്ടോ, ഫോട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിരുന്നാല് 3 പോസ് ഇടുക. 3 യൂറോ ആദ്യം ഇട്ടിട്ട് 3 പോസ് ഇടുക. അപ്പൊ 3 പോസ് ഇട്ട ഫോട്ടോ പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമുക്കിന്ന് ബ്രൂസൽസിന്റെ ചെറിയൊരു പോർഷൻ നമുക്ക് വെച്ച് കട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഇത് നമുക്കൊരു ഫസ്റ്റ് പാർട്ടൊക്കെ ഇറക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ബ്രൂസൽസിൽ കാണാനുണ്ട്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നാളെ കാണാം. ബ്രൂസൽസ് സെക്കൻഡ് പാർട്ട് കമ്മിങ് സൂൺ. അപ്പം ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.